എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 55-ാമത്തെ സർഗത്തിൽ 15 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ശ്രീപരമേശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ട്, ശ്രീപരമേശ്വരൻ്റെ പ്രസാദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ ഹിമാലയത്തിൻ്റെ പാർശ്വത്തിൽ പോയിരുന്ന് തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വേണ്ടത് മഹാമുനെ എന്ന് വിശ്വാമിത്രനോട് ചോദിക്കുകയും ചെയ്തു. ഇനി എന്താണ് വിശ്വാമിത്രൻ ഭഗവാനോട് പറയണതെന്ന് നോക്കാം. 15-ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്തസ്തു ദേവേന വിശ്വാമിത്രോ മഹാതപാഃ പ്രണിപത്യ മഹാദേവം വിശ്വാമിത്രോ ബ്രവീദിദം. ദേവേന ഏവമുക്തഃ മഹാതപാഃ വിശ്വാമിത്രഃ. ദേവനാൽ, ശ്രീപരമേശ്വരനാൽ, ഏവം ഇപ്രകാരം, ഉക്തഃ പറയപ്പെട്ടവനായ, മഹാതപസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ എന്തു ചെയ്തു? മഹാദേവം പ്രണിപത്യ ഇദം അബ്രവീത്. മഹാദേവനെ നമസ്കരിച്ചിട്ട്, ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അതിനുശേഷം ഇപ്രകാരം അബ്രവീത് പറഞ്ഞു. വിശ്വാമിത്രൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? 16-ാമത്തെ ശ്ലോകം നോക്കാം. യതി തുഷ്ടോ മഹാദേവ ധനുർവേദോ മമാനഘ സാംഗോപാംഗോപനിഷദ സരഹസ്യ പ്രദീയതാം. എന്താ ചോദിച്ചത് ശ്രീപരമേശ്വരനോട്? നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോവും. ഇനി എനിക്ക് ഇങ്ങനത്തെ ജീവിതമൊന്നും വേണ്ട, ഞാനൊരു മഹർഷി ആവാനാണ് താല്പര്യപ്പെടുന്നതെന്ന്. അതൊന്നുമല്ല ചോദിക്കണത്. അതായത് കഴിഞ്ഞ ദിവസം കണ്ടത് വിശ്വാമിത്രൻ നിർവിണ്ണനായി, നിർവേദം വന്നവനായി, ഒന്നിനോടും താല്പര്യമില്ലാത്തവനായി എന്നൊക്കെയല്ലേ കണ്ടത്. ഇപ്പോൾ അതല്ല. എന്താ ചെയ്തത്? യതി തുഷ്ടോ മഹാദേവ ധനുർവേദോ മമാനഘ. മഹാദേവ, അല്ലയോ മഹാദേവ, അവിടെ വിസർഗല്ല, അത് സംബോധനയാണ്. മഹാദേവ, അങ്ങ് എന്നിൽ തുഷ്ടനാണെങ്കിൽ എനിക്ക് എന്തു വേണം? മമ ധനുർവേദ സാംഗോപാംഗോപനിഷദ സരഹസ്യ പ്രദീയതാം. എൻ്റെ ഈ തപസ്സിൽ അങ്ങ് പ്രസാദിക്കുകയാണെങ്കിൽ അങ്ങ് എനിക്ക് എന്ത് പറഞ്ഞു തരണം? സാംഗ ഉപാംഗ ഉപനിഷദ, ധനുർവേദം, ആ ധനുർവേദത്തിൻ്റെ അംഗങ്ങളും ഉപാംഗങ്ങളും ഉപവേദങ്ങളുമൊക്കെ അടങ്ങുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ളൊരു വിദ്യ ഉണ്ടല്ലോ, അത് രഹസ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരണം. അല്ലാതെ എനിക്ക് മന്ത്രദീക്ഷ തരണം എന്നൊന്നല്ല പറയണത്. വിശ്വാമിത്രൻ പറയാണ്, എനിക്ക് അങ്ങൊരു കാര്യം പഠിപ്പിച്ചു തരണം. ധനുർവേദം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു തരണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപാംഗങ്ങൾ, വേദ അംഗം, അതൊക്കെ പഠിപ്പിച്ചു തരണം. ധനുർവേദം എന്താണ് എന്നുള്ളത് എനിക്ക് ഹൃദിസ്ഥമാവണം. അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹമാണ് ആദ്യം ചോദിക്കുന്നത്. അത് രഹസ്യമായിട്ട് ആരും അറിയാതെ പ്രദീയതാം, എനിക്ക് അനുഗ്രഹിച്ച് നൽകിയാലും. ഇനി ഏതൊക്കെ തരം അസ്ത്രങ്ങളും ആയുധങ്ങളിലും അതിൻ്റെയൊക്കെ കാര്യമാണ് പറയണത് നോക്കാം. 17-ാമത്തെ ശ്ലോകം. യാനി ദേവേഷു ശാസ്ത്രാണി ദാനവേഷു മഹർഷിഷു ഗന്ധർവയക്ഷരക്ഷസ്സു പ്രതിഭാന്തു മമാനഘ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. തവ പ്രസാദാദ്ഭവതു ദേവദേവ മമേപ്സിതം ഏവമസ്ത്വിതി ദേവേശോ വാക്യമുക്ത്വാ ഗതസ്തദാ. ഏതൊക്കെ അസ്ത്രങ്ങൾ ആയുധങ്ങളാണ് പഠിപ്പിച്ച് തരേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയാണ്. ദേവേഷു യാനി അസ്ത്രാണി ദാനവേഷു മഹർഷിഷു യാനി അസ്ത്രാണി ഗന്ധർവയക്ഷരക്ഷസ്സു യാനി അസ്ത്രാണി അനഘ മമ പ്രതിഭാന്തു. ഈ ലോകത്തിൽ മുഴുവനും, അതായത് 3 ലോകങ്ങളുണ്ടല്ലോ, ഭൂമി, സ്വർഗം, പാതാളം, 14 ലോകങ്ങളെ മുകളിലേക്കും താഴത്തേക്കും ഒക്കെ കൂടിയിട്ട് ഈ ലോകങ്ങളിലൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും അങ്ങ് ഉപദേശിച്ച് നൽകിയ, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ പഠിച്ചെടുത്തതായിട്ടുള്ള ഈ അസ്ത്രവിദ്യകൾ അല്ലെങ്കിൽ അസ്ത്രങ്ങൾ അതേതാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അതാണ് ദേവേഷു യാനി അസ്ത്രാണി. ദേവന്മാരുടെ കയ്യിൽ ഏതൊക്കെ അസ്ത്രങ്ങളുണ്ടോ, ദാനവേഷു ദാനവന്മാരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, മഹർഷിഷു മഹർഷിമാരുടെ കയ്യിൽ ഏതൊക്കെ അസ്ത്രങ്ങളുണ്ട്, ഗന്ധർവന്മാരുടെ കയ്യിൽ, യക്ഷന്മാരുടെ കയ്യിൽ, രാക്ഷസന്മാരുടെ കയ്യിൽ ഒക്കെ ഏതൊക്കെ തരത്തിലെ വൈവിധ്യങ്ങളുള്ളതായ ഏതൊക്കെ തരത്തിലുള്ള അസ്ത്രങ്ങളുണ്ടോ അത് മുഴുവനും അനഘ, അല്ലയോ പാപം ചെയ്യാത്തവനെ, കറകളറ്റവനെ, ശ്രീപരമേശ്വര മമ പ്രതിഭാന്തു, എൻ്റെ മനസ്സിലും ഉണ്ടാവണം. അസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ
വെവ്വേറെ വെവ്വേറെ അസ്ത്രങ്ങളല്ല, അതിൽ ചൊല്ലുന്നതായിട്ടുള്ള മന്ത്രങ്ങളാണ്. അപ്പോൾ ദേവന്മാരുടെ അസ്ത്രപ്രയോഗത്തിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ, അസുരന്മാരുടെ, ഉരകങ്ങളുടെ, രാക്ഷസന്മാരുടെ, യക്ഷന്മാരുടെയൊക്കെ മന്ത്രപ്രയോഗങ്ങൾ എങ്ങനെയാണോ അവരൊക്കെ വിവിധ തരത്തിലുള്ളതായ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്, അതുപോലെ എനിക്കും പ്രയോഗിക്കാൻ പറ്റണം. ആ മന്ത്രങ്ങളൊക്കെ എനിക്ക് ഉപദേശിച്ച് തരണം എന്നുള്ളതാണ് പറയണത്. അത് തവ പ്രസാദാത് ഭവതു ദേവദേവ മമ ഈപ്സിതം, എൻ്റെ ഇഷ്ടം എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം ഇതാണ്. അല്ലയോ ഭഗവാനെ ദേവദേവ തവ പ്രസാദാത് ഭവതു, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഈ വിദ്യകളൊക്കെ ഏതേതെല്ലാം അസ്ത്രങ്ങളാണ് ഓരോരോ കൂട്ടർക്കും, ദേവന്മാർക്കായാലും അസുരന്മാർക്കായാലും ഋഷിമാർക്കായാലും ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള അസ്ത്രങ്ങളാണ് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരേതൊക്കെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്, അതൊക്കെ എനിക്കും പഠിക്കണം എന്നുള്ള മോഹമാണ് വിശ്വാമിത്രൻ ഭഗവാൻ ശ്രീ പരമേശ്വരനോട് പറയണത്. അത് കേട്ടിട്ട് ഏവമസ്ത്വിതി ദേവേശ വാക്യം ഉക്ത്വാ ഗതഃ തഥാ, അപ്പോൾ ഏവമസ്തു അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് വാക്യം ഉക്ത്വാ അനുഗ്രഹം കൊടുത്തിട്ട് ദേവേശ ഗതഃ, ദേവേശൻ അവിടെ നിന്ന് മറഞ്ഞുപോയി. അതായത് ഇവരെ ഈ പറഞ്ഞ ദേവന്മാര് ഋഷിമാര് അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള അസ്ത്രങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ എനിക്കും അറിയണം, എനിക്കതൊക്കെ പഠിച്ചെടുക്കണം എന്നായിരുന്നു വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടത്. ആ വിശ്വാമിത്രനോട് ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങക്ക് എല്ലാ അസ്ത്രങ്ങളും ഇപ്പോൾ മനസ്സിലാവും, പ്രയോഗിക്കാനും സാധിക്കുമെന്ന് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നിട്ട് 19ാമത്തെ ശ്ലോകം നോക്കാം. പ്രാപ്യ ചാസ്ത്രാണി ദേവേശാദ് വിശ്വാമിത്രോ മഹാബല ദർപ്പേണ മഹതായുക്തോ ദർപ്പപൂർണോ ഭവത്തദാ. അങ്ങനെ ദേവേശന്റെ കയ്യിൽ നിന്ന് എല്ലാ വിധത്തിലുള്ളതായ അസ്ത്രങ്ങളൊക്കെ കിട്ടിയപ്പോൾ വിശ്വാമിത്രന്റെ സ്വഭാവം മാറി. അതാണ് ദേവേശാത്, ദേവേശനിൽ നിന്നും ശ്രീപരമേശ്വരനിൽ നിന്നും അസ്ത്രാണി പ്രാപ്യ, വിവിധ തരത്തിലുള്ളതായ അസ്ത്രങ്ങൾ ലഭിച്ചിട്ട്, ഈ ദേവന്മാരിലും അസുരന്മാരിലും ഗന്ധർവന്മാരിലും ഒക്കെ എന്തെല്ലാം അസ്ത്രങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അവർക്ക് പ്രയോഗിക്കാൻ അറിയാമോ, അതൊക്കെ തനിക്ക് വേണം എന്നുള്ളതാണല്ലോ വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടത്. അതൊക്കെ കിട്ടിയപ്പോൾ മഹാബലഹ വിശ്വാമിത്ര, മഹാബലശാലിയായിരുന്ന ആ വിശ്വാമിത്രൻ എന്തായി തീർന്നു? മഹതാദർപ്പേണ യുക്ത, ഭയങ്കര അഹങ്കാരിയായി തീർന്നു. എല്ലാ തരത്തിലുള്ളതായ ലോകത്തിൽ നിലവിലുള്ളതായ എല്ലാ അസ്ത്രങ്ങളും ഇപ്പോൾ വിശ്വാമിത്രന് ഹൃദിസ്ഥമായി, വശമായി. അതോടുകൂടിയിട്ട് ദർപ്പയുക്ത, ഭയങ്കര അഹങ്കാരിയായി തീർന്നു ആ വിശ്വാമിത്രൻ. അങ്ങനെ ദർപ്പപൂർണ അഭവത് തഥാ ദർപ്പപൂർണ, അതോടുകൂടിയിട്ട് ഏറ്റവും വലിയ അഹങ്കാരി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഹങ്കാരി എന്നുള്ള മുദ്ര കുത്തപ്പെടുകയും ചെയ്തു വിശ്വാമിത്രന്. അങ്ങനെ വിശ്വാമിത്രൻ ദർപ്പത്തോടു കൂടിയിട്ട്, അഹങ്കാരത്തോടു കൂടിയിട്ട് എന്താണ് ചെയ്തതെന്നുള്ളതാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം നോക്കൂ. വിവർദ്ധമാനോ വീര്യേണ സമുദ്രൈവ പർവണി ഹതം മേനേ തദാ രാമ വസിഷ്ഠമൃഷി സത്തമം. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽക്കലാണ് വിശ്വാമിത്രന്റെ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് അലയടങ്ങിയ സമുദ്രം പോലെ, വിഷപ്പല്ലു പോയ പാമ്പ് പോലെ, അതുപോലെ തന്നെ ഗ്രഹണം ബാധിച്ച സൂര്യനെ പോലെയൊക്കെ നിഷ്പ്രഭനായി തീർന്നു വിശ്വാമിത്രൻ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം വിശ്വാമിത്രനെ വർണ്ണിച്ചത്. പക്ഷേ ഇവിടെ ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സർവ്വവിദ്യകളും സർവ്വ അസ്ത്രങ്ങളും പഠിച്ചു വരുന്നവനായിട്ടുള്ള വിശ്വാമിത്രൻ വിവർദ്ധമാനോ വീര്യേണ സമുദ്ര ഇവ പർവണി, സമുദ്രം പോലെ തന്നെ ആയി തീർന്നു. ഏത് ദിവസം? പർവ്വത്തില്, അതായത് പൗർണമി ദിവസം എപ്രകാരമാണോ സമുദ്രം ഉണ്ടാവുക അതുപോലെ ആയിത്തീർന്നു. സമുദ്രത്തിൽ ഭയങ്കര തിരവരവാണ്, വേലിയേറ്റം വേലിയിറക്കമൊക്കെ ഈ പൗർണമി നാളുകളിലാണ് ഉണ്ടാവുക. അതായത് സൂര്യനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് കടലിൻ്റെ കിടപ്പ്. അപ്പോൾ ഈ പൗർണമി ദിവസത്തിൽ എങ്ങനെയാണോ സമുദ്രം അല നിറഞ്ഞു നിൽക്കുന്നത്, അതേപോലെയുള്ള അവസ്ഥയിലാണ് വിശ്വാമിത്രൻ വരങ്ങളൊക്കെ നേടിയിട്ട് ശ്രീപരമേശ്വരന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ടത്. അതാണ് വിവർദ്ധമാനോ വീര്യേണ സമുദ്ര ഇവ പർവണി. അങ്ങനെ അത്ര അഹങ്കാരത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ ആദ്യം വിചാരിച്ചത് എന്താണ്? വസിഷ്ഠം ഋഷിസത്തമം ഹതം മേനെ. ഹേ രാമ തഥാ, അല്ലയോ ശ്രീരാമ, അപ്പോൾ വിശ്വാമിത്രൻ വിചാരിച്ചു ആ വസിഷ്ഠൻ എന്നു പേരുള്ള ഋഷി സത്തമന്റെ കഥ കഴിഞ്ഞത് തന്നെ, എൻ്റെ കൈകൊണ്ട് തന്നെ വസിഷ്ഠൻ, ഋഷിവര്യന്മാരിൽ ഏറ്റവും മുന്തിയ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഋഷിവര്യൻ
വസിഷ്ഠൻ എൻ്റെ കൈകൊണ്ട് തന്നെ മരണാസന്നനായിരിക്കുകയാണ് എന്ന് വിശ്വാമിത്രൻ വിചാരിച്ചു. അതാണ് ഹതം മേനെ, അവൻ മരിച്ചു എന്ന് തന്നെ, ആ ഋഷി സത്തമൻ മരിച്ചു എന്ന് തന്നെ വിചാരിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് 21-ാമത്തെ ശ്ലോകം നോക്കാം. തതോ ഗത്വാശ്രമപദം മുമോജാസ്ത്രാണി പാർത്ഥിവ യൈസ്തപ്പോവനം നാമ നിർദഗ്ധം ചാസ്ത്രതേജസാ. തതോ അതിനുശേഷം, തതഹ ഈ വരങ്ങളൊക്കെ കിട്ടി വളരെ വർദ്ധിത വീര്യനായതിനു ശേഷം എന്തു ചെയ്തു? ആ പാർത്ഥിവനായിട്ടുള്ള വിശ്വാമിത്രൻ, പാർത്ഥിവ രാജാവായിട്ടുള്ള വിശ്വാമിത്രൻ ആശ്രമപദം ഗത്വ വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് ചെന്നിട്ട് അസ്ത്രാണി മുമോച തൻ്റെ കയ്യിലിരുന്നതായ അസ്ത്രങ്ങൾ മുഴുവനും, ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ അസ്ത്രങ്ങളാണ്, ആ അസ്ത്രങ്ങൾ മുഴുവനും തന്നെ വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് അയച്ചു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? യൈഹി അസ്ത്രൈഹി യാതൊരസ്ത്രങ്ങളെ കൊണ്ട് തത് തപോവനം ആ വിശുദ്ധമായിട്ടുള്ള തപോവനം അസ്ത്രതേജസ യൈഹി അസ്ത്രതേജസ തപോവനം നിർദഗ്ധം നാമ ആ തപോവനം വസിഷ്ഠന്റെ തപോവനം പരിപൂർണമായിട്ട് കത്തി നശിക്കുകയും ചെയ്തു. ഈ അസ്ത്രങ്ങളുടെ ശക്തി കാരണം, വിശ്വാമിത്രൻ എയ്തതായ അസ്ത്രങ്ങളുടെ ശക്തി കാരണം വസിഷ്ഠന്റെ ആശ്രമം മുഴുവനും കത്തിപ്പോയി. അവർ തമ്മിലുള്ളതായ ഭയങ്കര ഒരു വടംവലി മത്സരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ വസിഷ്ഠന്റെ ഒരു ഹുങ്കാരം കൊണ്ട് തൻ്റെ മക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഇതൊന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വിശ്വാമിത്രൻ മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിശ്വാമിത്രന് അങ്ങനെയുള്ളൊരു മാറ്റമല്ല ഉണ്ടായത്. വിശ്വാമിത്രൻ പിന്നെയും ശ്രീപരമേശ്വരനെ ധ്യാനിച്ചിട്ട് അസ്ത്രങ്ങൾ കുറേ എണ്ണം കൈക്കലാക്കി. ആ അസ്ത്രങ്ങളെ കൊണ്ട് വസിഷ്ഠന്റെ ആശ്രമത്തിൽ കൊണ്ട് പ്രയോഗിക്കുകയും വസിഷ്ഠന്റെ ആശ്രമം കത്തിച്ചാമ്പലാവുകയും ചെയ്തു. ഇനിയും യുദ്ധം തീർന്നിട്ടില്ല. അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഏവമുക്തസ്തു ദേവേന വിശ്വാമിത്രോ മഹാതപാഃ പ്രണിപത്യ മഹാദേവം വിശ്വാമിത്രോ ബ്രവീദിദം യദി തുഷ്ടോ മഹാദേവ ധനുർവേദോ മമാനഘ സാംഗോപാംഗോപനിഷദഃ സരഹസ്യഃ പ്രദീയതാം യാനി ദേവേഷു ശാസ്ത്രാണി ദാനവേഷു മഹർഷിഷു ഗന്ധർവയക്ഷരക്ഷസ്സു പ്രതിഭാന്തു മമാനഘ തവ പ്രസാദാത് ഭവതു ദേവദേവ മമേപ്സിതം ഏവമസ്ത്വിതി ദേവേശോ വാക്യമുക്ത്വാ ഗതസ്തദാ പ്രാപ്യ ശാസ്ത്രാണി ദേവേശാദ് വിശ്വാമിത്രോ മഹാബലാ ദർപ്പേണ മഹതാ യുക്തോ ദർപ്പപൂർണോ ഭവത്തദാ വിവർദ്ധമാനോ വീര്യേണ സമുദ്രൈവ പർവണി ഹതം മേനേ തദാ രാമ വസിഷ്ഠമൃഷി സത്തമം തതോ ഗത്വാശ്രമപദം മുമോജാസ്ത്രാണി പാർത്ഥിവ യൈസ്തപ്പോവനം നാമ നിർദഗ്ധം ശാസ്ത്രതേജസ. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.